തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അനാസ്ഥയിൽ ഒരു ജീവൻ പൊലിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. അടുത്ത കാലത്ത് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് കേൾക്കുന്നത് സിസ്റ്റത്തിന്റെ വീഴ്ചകളാണ്. ആശുപത്രികളിൽ നിന്ന് നിലയ്ക്കാത്ത നിലവിളികൾ ഉയരുമ്പോൾ സിസ്റ്റത്തെ പഴിച്ച് നമുക്ക് എത്ര നാൾ മുന്നോട്ടു പോകാനാകും? ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 എന്ന് അഭിമാനത്തോടെ മലയാളികൾ ആവർത്തിക്കാറുണ്ട്. ആരോഗ്യരംഗത്തെ മികവ് ആ സംസ്ഥാനത്തിന്റെ വികസിത സൂചികയുടെ നേർരൂപമാണ്. എന്നാൽ കേരളത്തിന് ആരോഗ്യരംഗത്ത് ചുവടുപിഴയ്ക്കുകയാണോ എന്ന് അടുത്തിടെ നടന്ന സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ആരും ചോദിച്ചു പോകും. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവനെടുത്ത് പന്താടിക്കൊണ്ടാണ് ഈ സർക്കാർ കേരളം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞത്, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ഈ ഗവൺമെന്റ് ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിലാക്കി. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കണ്ണൂർ സ്വദേശി ശ്രീഹരിയെ ജോലിക്കിടെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. മണക്കാട്ടെ വർക്ക്ഷോപ്പ് ജീവനക്കാരനായിരുന്നു ശ്രീഹരി. മതിയായ ചികിത്സ നൽകിയില്ലെന്ന ആരോപണം നിലനിൽക്കെ ശ്രീഹരി മരിച്ചു. ഇപ്പോൾ ഇതേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതേ അനാസ്ഥയുടെ ഇരയായി വേണു എന്ന മറ്റൊരു മനുഷ്യനും. ചികിത്സയിൽ അനാസ്ഥയില്ലെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറയുന്നു. അങ്ങനെ യാതൊരു ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല. കാരണം പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കൊടുത്തിട്ടുണ്ടെന്ന് കാർഡിയോളജി പ്രൊഫസർമാർ വ്യക്തമായിട്ട് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ചികിത്സാ പിഴവ്, അനാസ്ഥ, അങ്ങനെ എന്തെല്ലാമാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് അടുത്ത കാലത്തായി നാം കേൾക്കുന്നത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് സമീപകാലത്ത് പരസ്യമായി പറഞ്ഞത് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ CH ഹാരിസ് ആണ്. പേഷ്യന്റിനെ കൊണ്ട് പൈസ അടപ്പിച്ച് നമ്മൾ ഉപകരണങ്ങൾ വാങ്ങുന്നത് ശരിയാണോ? അത് തന്നെ അതൊരു ഇല്ലീഗൽ മാർഗമാണ്. ഇവര് പേഷ്യൻസ് ഡയറക്റ്റ് ആയിട്ട് പോയി ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഉപകരണം വാങ്ങുകയല്ലേ ചെയ്യും. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കുടുങ്ങിയ കത്രികയുമായി 7 വർഷം വേദന സഹിച്ച കോഴിക്കോട്ടെ ഹർഷിനയ്ക്ക് ഇനിയും നീതി കിട്ടിയിട്ടില്ല. 2.5 വർഷത്തോളായി കത്രിക പുറത്തെടുത്തിട്ട് ആരോഗ്യമന്ത്രി അടക്കമുള്ളവരടുത്ത് വന്ന് 15 ദിവസത്തിനുള്ളിൽ നീതി ഉറപ്പാക്കുന്ന പറഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, 2-3 വർഷത്തോളമായി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ 2023 മാർച്ച് 23-ന് തൈറോയിഡ് ശസ്ത്രക്രിയയ്ക്ക് വിധേയായ യുവതി നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയറുമായി ഇപ്പോഴും തീ തിന്ന് ജീവിക്കുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ സർക്കാർ ആശുപത്രിയിൽ പോയത് എനിക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ സർക്കാർ ആശുപത്രിയിൽ പോയത്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ കൈക്ക് പകരം ശസ്ത്രക്രിയ നടത്തിയത് 4 വയസ്സുകാരിയുടെ നാവിലാണ്. പ്രതിഷേധമുയർന്നതോടെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിട്ടും അധികകാലമായില്ല. ചികിത്സാ പിഴവിന്റെ ഇത്തരം എത്രയെത്ര അനുഭവങ്ങൾ സമീപകാലത്ത് ഈ നാട്ടിലുണ്ടായി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പഴയ കെട്ടിടം തകർന്നു വീണ് ഒരു മരണവും സംഭവിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ കാര്യങ്ങളെല്ലാം സുതാര്യമാണോ? അല്ലെന്ന് അവിടെ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്കറിയാം. സ്വാധീനമുള്ളവർക്ക് മികച്ച ചികിത്സ, അല്ലാത്തവരോട് മരണമടഞ്ഞ വേണു മരിക്കുന്നതിന് മുൻപ് സുഹൃത്തുക്കൾക്കയച്ച സന്ദേശത്തിലേതുപോലെയാണ് കാര്യങ്ങൾ. വെറും വിരിപ്പുകെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസയെ മാറിക്കൊണ്ടിരിക്കുക. ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി, ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാൻ. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ പൂർണ്ണമായും സൗജന്യമെന്നാണ് വാദം. എന്നാൽ ന്യൂറോ, ഹൃദ്രോഗം, അസ്ഥി, തലച്ചോർ, വൃക്ക തുടങ്ങിയവയുടെ ചികിത്സയ്ക്ക് മിക്ക മരുന്നുകളും പുറത്തുനിന്ന് വാങ്ങണം. ഇതിന് പുറമെയാണ് രോഗികൾ നേരിടേണ്ടിവരുന്ന അധിക്ഷേപം. ഏതായാലും ആരോഗ്യ മേഖലയിൽ അനാരോഗ്യകരമായ പ്രവണതകൾ നന്നല്ല. അത്തരക്കാരെ നിയന്ത്രിക്കാൻ ആരോഗ്യവകുപ്പിന് കഴിയണം. ഇല്ലെങ്കിൽ ചികിത്സാ അനാസ്ഥയിൽ രക്തസാക്ഷികളാകുന്നവരുടെ എണ്ണം ഇന്നാട്ടിൽ കൂടുകയാവും ചെയ്യുക. പൊതുജനം കഴുതയല്ല സാർ. ഈ വിഷയത്തോട് നിരവധി പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. ട്രാവൽ ഫ്രണ്ട് പറയുന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാസ്ഥ തീർച്ചയായും ചർച്ച ചെയ്യേണ്ടതാണെന്ന്. കുഞ്ഞു മുഹമ്മദ് പറയുന്നു, സിസ്റ്റത്തെ പഴി പറഞ്ഞാൽ തിരിച്ചു പ്രതികരിക്കില്ലല്ലോ, അതാണ് ഒരു ആശ്വാസം എന്ന് പറയുന്നുണ്ട്. അതുപോലെ സലിം പറയുന്നു, സിസ്റ്റം ഫെയിലാകാതെ നോക്കാനല്ലേ ജനങ്ങൾ വോട്ട് ചെയ്ത് ഇവരെയൊക്കെ ജയിപ്പിച്ചതെന്ന്. രവികുമാർ പറയുന്നു, സിസ്റ്റം മൊത്തം ഡിലീറ്റ് ചെയ്ത് പുതിയ വെർഷൻ ഡൗൺലോഡ് ചെയ്യണം, പ്രത്യേകിച്ച് ആരോഗ്യ മേഖല എന്ന കാര്യം. ഇങ്ങനെ നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്. ഇനി ഈ വിഷയത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ മാത്യു ഐപ്പിന് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം പ്രതികരണത്തിലേക്ക്.
പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് നെഞ്ചുവേദന തുടങ്ങിക്കഴിഞ്ഞ് 24 മണിക്കൂറിനകം വരികയാണെങ്കിലാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. ഈ രോഗി അൺഫോർച്ചുനേറ്റ്ലി വന്നത് 24 മണിക്കൂറിന് ശേഷമാണ്. അതുകൊണ്ട് ഈ 2 ട്രീറ്റ്മെൻറ്റ് രീതികളും ഇദ്ദേഹത്തിന് സൂട്ടബിൾ അല്ല എന്ന് കൺസൾട്ടൻറ്റ് തീരുമാനിച്ചു. ഇവിടെ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുത്തു. ഞങ്ങളിവിടെ കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് അത് പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള ചികിത്സ മാത്രമേ കൊടുക്കത്തുള്ളൂ. വന്നു കഴിഞ്ഞ് 24 മണിക്കൂറിന് കഴിഞ്ഞിട്ടും ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് ഞങ്ങൾ ആ പ്രോട്ടോക്കോൾ നോക്കിയിട്ട് ചെയ്യാറുള്ളൂ. ആ പ്രോട്ടോക്കോൾ നോക്കി വേണ്ട എല്ലാ ചികിത്സയും കൊടുത്തു. എന്നാൽ സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് ഇപ്പോൾ ഇല്ല. ഇനി ഈ വിഷയത്തിൽ പൊതുജനങ്ങൾക്കും ചിലത് പറയാനുണ്ട്. അതിലേക്ക്. മെഡിക്കൽ കോളേജ് തീരെ മോശമല്ല, എന്നാൽ മോശമല്ലാതെയല്ല. ചില ആൾക്കാരുടെ ഇടയിൽ മോശം എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, നല്ല ഇടപാട് ഇതാക്കണം. ഇത്തിരി കുറച്ച് സമയം നിൽക്കണം, അത്രേ ഉള്ളൂ. ചികിത്സാ സംവിധാനം വളരെ മോശമാണ്. ഒരു കട്ടിലിൽ 2 പേരാണ് കിടക്കുന്നത്. തറയിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ കിടക്കുന്ന ആൾക്കാരുണ്ട്. അതിനകത്ത് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. സെക്യൂരിറ്റിക്കാർ വളരെ മോശമാണ്, അവരുടെ പെരുമാറ്റം വളരെ മോശമാണ്. മെഡിക്കൽ കോളേജ് നമുക്ക് ഈ അത്യാവശ്യം ആപത്താകുമ്പോഴത്തേന് നമ്മളെ ഏറ്റവും വലിയ കെട്ടിടമാണ് മെഡിക്കൽ കോളേജ്. ഒരു ആശ്രയം അതിനെ പെട്ടെന്ന് കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ്. മോശം അനുഭവങ്ങൾ നമ്മൾ എന്നിൽ വന്നിട്ടില്ലെങ്കിലും വേറെയുള്ള ആൾക്കാരിൽ കണ്ടിട്ടുണ്ട്. അടിപൊളി. എനിക്ക് എല്ലാ സൗകര്യവും കിട്ടി. ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ. ഇവിടുത്തെ സ്റ്റാഫ് ഇല്ലാത്തതാണ് ഈ മെഡിക്കൽ കോളേജിൻ്റെ ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത്. ഇവിടുത്തെ സ്റ്റാഫ് ഇല്ലായ്മയാണ്. വാർഡുകളിൽ ഒരു ബെഡിൽ 2-3 രോഗികൾ. ഈ ഡയാലിസിസ് ഒക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുന്നവർക്ക് 2-3 രോഗികളാണ് ഒരു വാർഡിൽ കിടക്കുന്നത്, ഒരു ബെഡിൽ കിടക്കുന്നത്. ഒരു സൗകര്യമില്ല. ഒരു കാര്യത്തിന് ഏത് കാര്യത്തിനായിരുന്നാലും ചോള ഉണ്ടെങ്കിലേ കാര്യം നടക്കും. ഒരു രക്ഷയില്ല. നമ്മൾ ഒരു രൂപ മരുന്നെടുക്കാൻ പോലെ കാശുണ്ടെങ്കിലേ പറ്റൂ. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയോട് കൂടുതൽ പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. ജോസ്വിൻ ജോസഫ്, ആരിഫ് ഹാഷ്മി കളത്തൂർ, മോഹനൻ, എബ്രഹാം തോമസ് തുടങ്ങി നിരവധി പേരാണ് ഈ വാർത്തകളോട് പ്രതികരിക്കുന്നത്. ആശുപത്രിയുടെ കാര്യം തന്നെയാണ് ഇനി പറയാൻ പോകുന്നതും. സർക്കാർ ആശുപത്രികളിലെ അനാസ്ഥ അതുതന്നെ ഇനി നമുക്ക് വീണ്ടും കാണാം. ചികിത്സാ പിഴവിനെ തുടർന്ന് വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന പാലക്കാട്ടെ 9-കാരി വിനോദിനി ഇപ്പോൾ എവിടെയുണ്ട്? ഏതാനും ദിവസം മുമ്പാണ് ആ വാർത്ത വന്നിരുന്നത്. ആ കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു എന്ന കാര്യം. ആ കുട്ടിയുടെ കുടുംബത്തിന് സർക്കാർ നൽകിയ ഉറപ്പ് പാലിച്ചിട്ടുണ്ടോ? പാലക്കാട്ട് നിന്ന് ആയിഷത്തുൽ ഷംന തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വീട്ടിലും സ്കൂളിലും പാറിപ്പറന്ന് നടന്ന കുഞ്ഞു വിനോദിനി ഇന്നൊരു നൊമ്പരമാണ്. ആശുപത്രി ചുവരുകൾക്കുള്ളിൽ വേദന തിന്ന് കഴിയുന്ന ആ 9 വയസ്സുകാരിക്ക് ഇന്ന് ഒരു കൈയില്ല. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിലാണ് വിനോദിനിക്ക് ഒരു കൈ നഷ്ടമായത്. 36 ദിവസമായി ആശുപത്രിയിലാണ് വിനോദിനി. വേദനയ്ക്കിടെ ഒരു കൈ എവിടെയെന്ന് വിനോദിനി ചോദിക്കും. എഴുതുന്നതെങ്ങനെ, മുടി കെട്ടുന്നതെങ്ങനെ എന്നിങ്ങനെ ചോദ്യം ആവർത്തിക്കും. ചോദ്യങ്ങൾ വിനോദിനിയുടെ അമ്മ പ്രസീത മാത്രമേ കേൾക്കാനുള്ളൂ. സർക്കാരോ ആരോഗ്യവകുപ്പോ കേട്ട ഭാവം നടിക്കുന്നില്ല. കൈ നമ്മൾ പൊക്കാനൊക്കെ പറയണ്ടല്ലോ. അപ്പോൾ അത് പൊക്കാൻ പറയുമ്പോൾ ഇവിടെ വേദനയ്ക്കുണ്ട്. 2 കൈ ഡോക്ടർമാർ പറഞ്ഞു നമുക്കിപ്പോൾ കൈ പൊക്കാനൊക്കെ പറയാനാണ് പറയണത്. അപ്പോഴാണ് നമുക്ക് കൈ വെക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ ബ്ലഡ് ഇതാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് കൈ പൊക്കി എക്സസൈസൊക്കെ ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ അവൾ എക്സസൈസ് ചെയ്യുമ്പോൾ അവൾക്ക് കൈ പൊക്കുമ്പോൾ വേദനിക്കണമെന്നാണ് പറഞ്ഞത്. അവൾ ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചു മാറ്റിയ വാർത്ത പുറത്തു വന്നപ്പോൾ വിനോദിനിക്കും കുടുംബത്തിനും ഒപ്പം സർക്കാരുണ്ട് എന്നായിരുന്നു പ്രഖ്യാപനം. അതൊക്കെ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. ഇപ്പോൾ വിനോദിനിയും അമ്മ പ്രസീതയും അച്ഛൻ വിനോദും മാത്രമായി. ഒരു കണ്ണു പോയാൽ കണ്ണിൻ്റെ വില അപ്പോഴേ അറിയുള്ളൂ. അതുമാതിരി തന്നെ എൻ്റെ മകളുടെ കൈ പോയതിൻ്റെ വില എനിക്കും എൻ്റെ മകൾക്ക് തന്നെ അറിയുള്ളൂ. അതുകൊണ്ട് എൻ്റെ മകൾക്ക് നല്ലൊരു കൈ തന്നെ വേണം. ഈ റബ്ബർ കൈയോ അതൊന്നും എൻ്റെ മകൾക്ക് വേണ്ട. എൻ്റെ മകൾക്കൊരു നല്ല കൈ വേണം. അതെന്തായാലും ആരോഗ്യവകുപ്പ് എന്തായാലും ഏറ്റെടുക്കുക തന്നെ വേണം. സെപ്റ്റംബർ 24 വീട്ടിൽ കളിക്കുന്നതിനിടെയാണ് വിനോദിനിക്ക് വീണ് പരുക്കേറ്റത്. വേദന മൂലം അടുത്ത ദിവസം ആശുപത്രിയിലെത്തിയപ്പോൾ വേദന സംഹാരി നൽകി തിരിച്ചയച്ചു. വലത് കൈത്തണ്ടയിൽ 2 പൊട്ടലുണ്ടെങ്കിലും ഓപ്പറേഷൻ ചെയ്യാതെ പ്ലാസ്റ്റർ ഇട്ട് വീട്ടിലേക്ക് വിട്ടു. വേദന അസഹനീയമായി. ഇതോടെ 5-ാം നാൾ കുടുംബം വീണ്ടും ജില്ലാ ആശുപത്രിയിൽ എത്തി. അപ്പോഴേക്കും രക്തയോട്ടം വരെ നിലച്ചിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ ജില്ലാ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള പിഴവാണെന്നും
കൈ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്നും മറുപടി. അസഹനീയമായ വേദന കുട്ടിക്കുണ്ടെന്നറിയിച്ചിട്ടും ജില്ലാ ആശുപത്രി അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കുട്ടിയുടെ കൈവിരലുകൾ അനക്കി നോക്കാനോ കയ്യിലെ മുറിവ് പരിശോധിച്ച് ചികിത്സിക്കാനോ തയ്യാറായില്ല എന്നും കുടുംബം ആരോപണമുന്നയിച്ചിരുന്നു. DMO തലത്തിൽ 2 അന്വേഷണം നടന്നു. ആശുപത്രിയുടെ ഭാഗത്ത് പിഴവില്ലെന്ന് കണ്ടെത്തി. എന്നാൽ വിവാദങ്ങൾക്കൊടുവിൽ 2 ഡോക്ടേഴ്സിനെ സസ്പെൻഡ് ചെയ്തു. പിഴവില്ലെങ്കിൽ പിന്നെ നടപടി എന്തിന് എന്ന ചോദ്യത്തിന് മറുപടിയില്ല. ഉന്നത അന്വേഷണമുണ്ടാകുമെന്ന് മന്ത്രി ഉൾപ്പെടെ അറിയിച്ചിരുന്നെങ്കിലും 1 മാസം പിന്നിടുമ്പോഴും നടപടിയുണ്ടായില്ല. പുതിയ അന്വേഷണമോ റിപ്പോർട്ടുകളോ ഒന്നും വന്നില്ല. ചികിത്സാ സഹായം പോലും സർക്കാർ ഉറപ്പാക്കിയിട്ടില്ല. നമ്മളിപ്പോൾ എന്തോ വിളിച്ചെങ്കിലും നമ്മൾ പറയണില്ലല്ലോ. അവർ സർക്കാർ പറഞ്ഞാൽ നമ്മളെ എല്ലാം സഹായിക്കാമെന്നല്ല പറഞ്ഞത്. പക്ഷേ ഒരു സഹായവും ഇല്ലയെന്ന് നമുക്കിപ്പോൾ തോന്നുന്നു. കാരണം അവരൊരു വിളിച്ച് ചോദിക്കുക പോലും ചെയ്യണില്ലല്ലോ. അതാണ് ഭയങ്കര സർക്കാരിൻ്റെ എൻ്റെ മോൾക്ക് നല്ലൊരു കൈ വേണം. എന്തായാലും നമുക്ക് പ്രവർത്തിക്കുന്ന കൈ തന്നെ വേണം. ആശുപത്രികൾക്കെതിരെയുള്ള ചികിത്സാ പിഴവ് ആരോപണങ്ങൾ നിരന്തരം ഉയർന്നിട്ടും കൃത്യമായ അന്വേഷണം നടക്കുന്നില്ലെന്ന് കുടുംബം പറയുന്നു. സർക്കാർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. 1 മാസമായി ആശുപത്രിയിൽ തുടരുന്ന കുടുംബം സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇന്ന് വലയുകയാണ്. സംഭവം നടന്ന് 1 മാസം പിന്നിട്ടിട്ടും അന്വേഷണം പോലും പൂർത്തിയാക്കാത്ത, ഒരു സാമ്പത്തിക സഹായം പോലും ചികിത്സാ സഹായം പോലും ആ 9 വയസ്സുകാരിക്ക് നൽകാത്ത സർക്കാരിനോടാണ് ഇനിയെങ്കിലും കണ്ണു തുറക്കണമെന്ന് ഈ കുടുംബം അപേക്ഷിക്കുന്നു. മറ്റൊരു വിനോദിനി ഇനി ഇവിടെ ഉണ്ടാവാതിരിക്കാൻ അവരെ കൂടി കേൾക്കാൻ സർക്കാർ തയ്യാറാവണം. ക്യാമറാമാൻ രാജീവ് സുധേവിനൊപ്പം ഐഷത്തുൽ ഷംന, 24 പാലക്കാട്. പൊതുജനം ഇനി കാണാൻ പോകുന്നതും ആശുപത്രി വിശേഷമാണ്. രാഷ്ട്രീയ പോരിൽ ആശുപത്രിയുടെ ഉദ്ഘാടനം വൈകിക്കുകയാണിവിടെ. മലപ്പുറം തിരൂർ മുത്തൂരിലെ ആരോഗ്യ കേന്ദ്രത്തിനാണ് ഈ ദുരവസ്ഥ. ഇടതംഗത്തിന്റെ വാർഡിലെ ആരോഗ്യ കേന്ദ്രമായതിനാൽ ഉദ്ഘാടനം നീട്ടിക്കൊണ്ടുപോകുന്നുവെന്നാണ് LDFന്റെ ആരോപണം. പ്രവൃത്തികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഉദ്ഘാടനം നടത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പ്രതികരിച്ചു. പൊതുജനം കഴുതയല്ല സാറുമാരെ എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ടതാണ് ഈ ആശുപത്രികൾ. നഗരസഭയുടെ തലപ്പത്തുള്ളവരുടെ പണമല്ല ആശുപത്രി നിർമ്മിക്കാൻ ഉപയോഗിച്ചത്. ആശുപത്രി കാര്യത്തിലെങ്കിലും ചീപ്പ് പൊളിറ്റിക്സ് ഒഴിവാക്കണമെന്നേ പൊതുജനം കഴുതയല്ല സാറിന് പറയാനുള്ളൂ. പ്രാദേശികമായി ജനങ്ങൾ നേരിട്ട് ആശ്രയിക്കുന്നവയാണ് ആരോഗ്യ കേന്ദ്രങ്ങൾ. തിരൂർ മുത്തൂരിലും അങ്ങനെ ഒരു ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ്. എന്നാൽ ഉദ്ഘാടനം നീണ്ടുപോകുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. തിരൂർ നഗരസഭയിൽ 3 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിൽ 1 നടുവിലങ്ങാടിയിലും 1 മയിലാടിക്കുന്നിലും തുറന്നു. ഇനി മുത്തൂരിലാണ് ഉദ്ഘാടനം നടക്കാനുള്ളത്. 1 ഡോക്ടറും 2 സ്റ്റാഫ് നഴ്സും ഫാർമസിസ്റ്റുമായാണ് കേന്ദ്രം ഒരുങ്ങുന്നത്. എന്നാൽ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാതെ നീട്ടിക്കൊണ്ടു പോകുന്നുവെന്നാണ് LDF ആരോപണം. മുത്തൂരിലേക്ക് അനുവദിച്ച ഹെൽത്ത് സെന്റർ തുറന്ന് പ്രവർത്തിക്കുക തന്നെ വേണം. അതുവരെ ഞങ്ങൾ നിരാഹാരം ഇരിക്കാനാണ് ഞങ്ങൾ പാർട്ടിയുടെ തീരുമാനം. ആ തീരുമാനമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. വിഷയത്തിൽ കഴിഞ്ഞ ദിവസം തിരൂർ നഗരസഭാ കൗൺസിലിൽ ഇടതംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഇടതംഗങ്ങൾ നഗരസഭയ്ക്ക് മുന്നിൽ അനിശ്ചിതകാല സമരവും ആരംഭിച്ചു. എന്നാൽ CPIMന്റെ പ്രാദേശിക തർക്കങ്ങളാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ MP നസീമ പ്രതികരിച്ചു. അവരുടെ പാർട്ടിക്കുള്ളിലെ ചില പടലപ്പിണക്കങ്ങൾ കൊണ്ടാണ് ഇത് ഇത്രയും ലേറ്റ് ആയത്. കാരണം അങ്ങനെയല്ലെങ്കിൽ ഇവർക്ക് ഈ ഒരു സമരം ഇപ്പൊ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ നിൽക്കുന്നത് 2 ദിവസം മുമ്പേ വെച്ച് ഈ ഒരു സമര നാടകത്തിന്റെ ഒരു ആവശ്യമില്ല. ആരോഗ്യ കേന്ദ്രത്തിൽ ഇനി പാർട്ടീഷൻ പ്രവർത്തികളും ഫർണിച്ചറുകളും എത്തിക്കാനുണ്ട്. ഈ പ്രവർത്തികളും നടപടിക്രമങ്ങളും പൂർത്തിയാകുന്ന മുറക്ക് ഉദ്ഘാടനം നടത്തുമെന്നും ചെയർപേഴ്സൺ വിശദീകരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയ ആരോപണങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ അതിനിടയിൽ ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ ലഭിക്കാതെ പോകരുത്. അവരാണ് വോട്ട് രേഖപ്പെടുത്താനുള്ളത്. ഓർമ്മ വേണം, പൊതുജനം കഴുതയല്ല. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. തെരഞ്ഞെടുപ്പുകൾ വരും പോകും, പക്ഷേ ജനങ്ങളുടെ ആരോഗ്യമാണ് പരമപ്രധാനമെന്ന് ഈ അധികാരികൾ ഓർത്തിരിക്കുക. ഇനി പൊതുജനം കഴുതയല്ല സാർ പോകുന്നത് കോഴിക്കോട്ടെ കിനാലൂരിലേക്കാണ്.
കേരളത്തിന് എയിംസ് അഥവാ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഇപ്പോഴും ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. എയിംസ് ഇവിടെ വേണം അവിടെ വേണമെന്നൊക്കെ ചില നേതാക്കൾ നാടെമ്പാടും പറഞ്ഞു നടക്കുന്നുണ്ട്. എന്നാൽ ഇനിയും പ്രഖ്യാപിക്കാത്ത കേരളത്തിൻ്റെ എയിംസിനു വേണ്ടി പ്രതിസന്ധിയിലായത് കോഴിക്കോട് കിനാലൂരിലെ 100 കണക്കിന് കുടുംബങ്ങളാണ്. സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്ന ഭൂമി വിൽപ്പന നടത്തണോ നിർമ്മാണം നടത്തണമോ അതിനൊന്നും ഈ ഭൂ ഉടമകൾക്ക് കഴിയില്ല എന്നിരിക്കെ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇവിടുത്തെ ഒരു കൂട്ടം ജനങ്ങൾ. വീട് വിൽക്കാനാകാത്തതിനാൽ ജപ്തി ഭീഷണി നേരിടുന്ന കുടുംബങ്ങൾ വരെ ഇവിടെയുണ്ട്. ഇനിയും വരാത്ത എയിംസിനെ കുറിച്ച് അവകാശവാദങ്ങളും തർക്കങ്ങളും ഒക്കെ ആവർത്തിക്കുന്നതിനിടെ നേതാക്കൾ ഇവരുടെ ജീവിതവും ഒന്ന് കാണണം, അവരുടെ കണ്ണീർ തുടയ്ക്കണം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭൂമി അടക്കം 153 ഏക്കറാണ് കിനാലൂരിൽ എയിംസ് പദ്ധതിക്ക് വേണ്ടി സർക്കാർ ഏറ്റെടുത്തത്. ഇനി പ്രദേശവാസികളുടെ വീടടക്കം ഉൾപ്പെടുന്ന 100 ഏക്കർ കൂടി സർക്കാർ ഏറ്റെടുക്കും. കേരളത്തിന് എയിംസ് അനുവദിക്കുകയാണെങ്കിൽ അത് ആരോഗ്യരംഗത്തുണ്ടാക്കാൻ പോകുന്ന മാറ്റം എത്ര വലുതായിരിക്കുമെന്ന് കിനാലൂരുകാർക്കും അറിയാം. പക്ഷെ അവരിപ്പോൾ ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ്. എയിംസ് പദ്ധതി ഇങ്ങനെ അനന്തമായി നീളുന്നതുകൊണ്ട് അവരുടെ വീടിന്മേൽ ഒരു ലോൺ പോലും എടുക്കാനാകാത്ത അവസ്ഥയിൽ. 2013 മുതൽ കിനാലൂരുകാർ കേൾക്കുന്നുണ്ട് എയിംസിനെ കുറിച്ച്. ആദ്യം 150 ഏക്കർ സർക്കാർ ഭൂമി പദ്ധതിക്കായി ഏറ്റെടുത്തു. പിന്നീട് 100 ഏക്കർ കൂടി വേണമെന്നിരിക്കെ 98 പ്രദേശവാസികളുടെ സ്ഥലങ്ങളും ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. കിനാലൂർ നിവാസികളായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അവരിപ്പോൾ നേരിടുന്ന ദുരിതങ്ങൾ, പ്രയാസങ്ങൾ അത് എന്തൊക്കെയാണെന്ന്. ഇപ്പോൾ എയിംസ് വരിക എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ്, വലിയ നേട്ടമാണ്. പക്ഷെ അതിങ്ങനെ അനന്തമായി നീളുന്നതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾക്കുള്ളത്? എയിംസ് സർക്കാർ ഏറ്റെടുക്കും എന്നുള്ള സ്ഥലം ഏറ്റെടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി കുട്ടികളെ കല്യാണം വരെ നീട്ടിവെച്ച ഒരവസ്ഥ ഇവിടെ ഉണ്ട്. വിദ്യാഭ്യാസ കാര്യത്തിന് ഈ സ്ഥലം വിറ്റിട്ട് വേണം പാവപ്പെട്ട ജനങ്ങൾ അവിടെ ജീവിക്കുന്നത്. സ്ഥലം വിറ്റിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് വേണം അത് തീരുമാനമാക്കാൻ. അപ്പോൾ ഓരോരോ കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ട്. ഇത് എയിംസിന് കല്ല് താഴെ വരെ ഇത് കല്ല് ഇട്ട് പോയ സമയത്ത് ഞങ്ങൾ ചോദിച്ചാൽ ഉടൻ തന്നെ വരും. അപ്പോൾ 5-6 വർഷമായിട്ട് ഇതായിട്ട് ഒരു അനിശ്ചിതമായിട്ട് നിൽക്കുകയാണ്. ലോൺ എടുക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ? അതെ, പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ ലോണ്, പിന്നെ വിവാഹ ആവശ്യങ്ങൾക്കുള്ള ലോണ്, ഒന്ന് പണയം വെക്കാൻ പറ്റാത്ത പല ബുദ്ധിമുട്ടുകളും പലരും അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ലോണല്ല ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അടയ്ക്കണമെങ്കിൽ ഒന്ന് കുറച്ച് ഭൂമി വിൽക്കട്ടെ വിചാരിച്ചപ്പോൾ ഒരു 10 സെൻറ്റ് വിൽക്കാൻ നോക്കിയ സമയത്ത് എയിംസിലുള്ള ഭൂമി വേണ്ട എന്ന് പറയുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു അല്ലെങ്കിൽ ഇവന് ഒന്നിച്ച് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അതും സാധിക്കുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഭൂമി ഏറ്റെടുക്കുക സർക്കാർ, എന്നിട്ട് അതിൻ്റേതായ എല്ലാ നീക്കങ്ങളും നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാമായിരുന്നു. ഞങ്ങളുടെ ആഗ്രഹം എയിംസ് ഇവിടെ തന്നെ വരണം തന്നെയാണ്. പിന്നെ ഇപ്പം ഞങ്ങളെ കേന്ദ്രമന്ത്രി ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്കൊരു ആശങ്ക ഉണ്ട്. എന്നും പറയുന്നുണ്ട് പിന്നെ ആലപ്പുഴയ്ക്ക് വേണമെന്ന് പറയുന്നത്, തൃശ്ശൂർ വേണമെന്ന് പറയുന്നത്. അത് സത്യമാണോ അതിലെന്താ എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. കിനാലൂർ സ്വദേശിയായിട്ടുള്ള ചന്ദ്രൻചേട്ടൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. അദ്ദേഹത്തിന് ഏതാണ്ട് 8 ലക്ഷത്തോളം രൂപ വായ്പ ബാങ്കിൽ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് ഈ വീട് ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. പക്ഷേ അതുപോലും ചെയ്യാൻ പറ്റുന്നില്ല. ഈ വീടിന്മേൽ ഒരു തരത്തിലുള്ള ക്രയവിക്രയങ്ങളും അദ്ദേഹത്തിന് നടത്താൻ പറ്റുന്നില്ല. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഇപ്പോഴത്തെ സാഹചര്യം ഒരു സ്വൈര്യം കിടക്കുക. ഇങ്ങനെ പൈസ വേണമെന്ന് ഞാൻ സുഖമില്ലാണ്ട് കിടക്കുക. ഓള് മാത്രമേ പണിക്കുള്ളൂ. ഞങ്ങൾക്ക് ജീവിക്കണം. ഇതൊന്നെങ്കിലും ഓല് ഒഴിവാക്കിയാൽ വെച്ചാൽ അത് വിറ്റെങ്കിലും കടമ്പ് കിടും. അതിന് സമ്മതിക്കത്തില്ല. ഞങ്ങൾ അങ്ങനെ സ്വീപ്പായത്. അതുകൊണ്ട് ഞങ്ങളുടെ മകൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഇത്രയും ബാധ്യത വന്നത്. എത്രയോ കടം വന്ന അതുകൊണ്ടാണ്. ഓന് ഒരു 4-5 ലക്ഷം ഉറുപ്പിക ഞാൻ ചിലവാക്കി. ഞാനും പെണ്ണുങ്ങളെ ഇല്ലായിരുന്നു. ഓൻ പിന്നെ മരിക്കും. ഓന് 2 കുട്ടികളുണ്ട്. ഓല് ആടെയാ ബോളി എടുത്താൽ ഓളെ വേറെ കൊടുത്താൽ കൊണ്ടുപോവുകയും ചെയ്തിരിക്കും. ഞങ്ങൾ അങ്ങനെ ഒരു വിപ്പിലാണ് ഞങ്ങൾ കിടക്കുന്നത്. ഇവിടെ എന്തെങ്കിലും അച്ഛനെ ഓള് പോകണം പണിക്ക്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വീട് ഒരുപക്ഷെ അവർക്ക് ക്രയവിക്രയം നടത്താൻ പറ്റുമായിരുന്നെങ്കിൽ വീട് വിറ്റിട്ടെങ്കിലും ഒരുപക്ഷെ ബാങ്കിലെ ബാധ്യതകൾ തീർക്കാനും അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ഒരു സാധ്യതയിലേക്ക്, ഇപ്പോൾ വാടക വീടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിലേക്കൊക്കെ പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ പദ്ധതി കാരണം മൊത്തത്തിൽ ഇവിടുത്തെ ക്രയവിക്രയങ്ങളെല്ലാം മുടങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. സാധാരണ ഇത്ര ഒരു പദ്ധതി വരുമ്പോൾ ഒരുപാട് ഭൂമി ഏറ്റെടുപ്പടക്കം വലിയ പ്രതിസന്ധി സർക്കാരിന് സൃഷ്ടിക്കുന്ന കാര്യമാണ്. കിനാലൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാഹചര്യമേ ഇല്ല. സർക്കാരിൻ്റെ കയ്യിലുള്ള ഭൂമിയുണ്ട്, പ്രദേശവാസികൾ വിട്ടു നൽകാൻ തയ്യാറാണ്. അങ്ങനെ ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഉണ്ടെന്നിരിക്കെ എയിംസ് ഇവിടെ നിന്ന് മാറ്റുന്നത് ഇവിടെയുള്ള ആളുകൾ എന്ന് മാത്രമല്ല, ഈ ഭൂമി വിട്ടു നൽകിയ മറ്റ് പ്രശ്നങ്ങൾ ഏതുമില്ലാതെ ഭൂമി വിട്ടു നൽകിയ ആളുകളോടുള്ള വഞ്ചന കൂടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ ഒരു വ്യക്തത വരുത്തണം എന്നുള്ള ആവശ്യമാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഉന്നയിക്കുന്നത്.
അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. മോഹനൻ പിലാത്തറ ചോദിക്കുന്നു, എയിംസിന് വേണ്ടി എല്ലാ ജില്ലകളിലും സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന്. എല്ലാ ജില്ലകളിലും സ്ഥലം ഏറ്റെടുത്തിട്ടില്ല. മുമ്പൊരിക്കൽ ഈ എയിംസ് എന്ന ആശയം വന്നപ്പോൾ അതിനൊരു സ്ഥലം വേണമല്ലോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ അന്ന് ഈ സ്ഥലം കണ്ടുവച്ചത്. അവർക്കാണ് ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വിൽപ്പനയോ അല്ലെങ്കിൽ ക്രയവിക്രയങ്ങൾ നടക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അരുൺ പറയുന്നു, ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്ന് പണ്ടൊരു സിനിമയിൽ പറയുന്നത് പോലെ ഇവിടെ എയിംസും വരില്ല, ഒന്നും വരില്ല എന്ന കാര്യം. ജോസുൻ ജോസഫ് പറയുന്നു, വിലക്കയറ്റം വാർത്തകൾ കൂടി ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തണമെന്ന്. തീർച്ചയായും വിലക്കയറ്റം എന്ന് മാത്രമല്ല, ജനങ്ങളെ സ്പർശിക്കുന്ന സകല കാര്യങ്ങളും ഈ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിൽ ഉൾപ്പെടുത്തും. അധികാരികൾ തിരുത്തേണ്ട കാര്യങ്ങളായിരിക്കും. ജനങ്ങൾ നേരിടുന്ന അവഗണനയ്ക്ക് പരിഹാരം കണ്ടെത്തുക, അവരുടെ ഈ അധികൃതരുടെ അനാസ്ഥ പരിഹരിക്കുക. ഇതാണ് ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇനിയൊരു പൊതുജനം കഴുതയല്ല സാർ ഇമ്പാക്റ്റിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസവും പ്രേക്ഷകർ ഒരു ഇമ്പാക്റ്റ് കണ്ടതാണ്. പൊതുജനം കഴുതയല്ല സാറിൽ വന്ന ഒരു വാർത്ത, തിരുവനന്തപുരം ജില്ലയിലെ ചെല്ലഞ്ചിയിൽ അവിടെ 13 കോടി രൂപയുടെ കിഫ്ബി റോഡ്, റോഡിന് നടുക്ക് തന്നെ വൈദ്യുതി പോസ്റ്റ്, അത് മാറ്റാതെ അവിടെ ടാറിട്ട കോൺട്രാക്ടറുടെയും അതിന് കൂട്ടുനിന്ന അധികൃതരുടെയും ഒക്കെ കാര്യം പ്രേക്ഷകർ കണ്ടതാണ്. അത് പിന്നീട് ഇന്നലെയോടുകൂടി ആ പോസ്റ്റൊക്കെ മാറ്റി. പൊതുജനം കഴുതയല്ല സാറിൽ വാർത്ത വന്നതിന് പിന്നാലെ ഈ പോസ്റ്റുകൾ പെട്ടെന്ന് തന്നെ മാറ്റുന്നതിന് KSEB നടപടി സ്വീകരിച്ചിരുന്നു. ഇന്നും ഒരു പൊതുജനം കഴുതയല്ല സാർ ഇമ്പാക്റ്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അത് കോട്ടയം പ്ലാമൂട് സ്വദേശിനി ഉഷാകുമാരിയുടെയും മകളുടെയും ദുരവസ്ഥ ഇന്നലെ ഈ പരിപാടിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയതിന് പിന്നാലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനം വീട് ജപ്തി ചെയ്തതോടെ വലിയ ദുരിതത്തിലായിരുന്നു ഇവർ. എന്നാൽ 24 വാർത്ത വന്നതിന് പിന്നാലെ കോട്ടയം MLAയും മുൻ മന്ത്രിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവരെ സന്ദർശിച്ചു. ആവശ്യമായ എല്ലാ പിന്തുണയും കുടുംബത്തിന് നൽകുമെന്നും കോടതി ഉത്തരവിൽ ഇളവ് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA 24നോട് പറഞ്ഞു. എല്ലാ കാര്യത്തിലും നാട്ടിലുള്ള മുഴുവൻ നമ്മളുടെ സഹപ്രവർത്തകരെല്ലാം കൂടി 100% സഹായിച്ചു. കോടതിയുടെ ഒരു ജപ്തി നടപടി ആയതുകൊണ്ട് ബാങ്കിന് മാത്രമായി ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും കോടതി വഴി ഒരു തീരുമാനം വന്നാൽ അവർ പൂർണ്ണമായി അതിനോട് സഹകരിക്കും. അതുകൊണ്ട് സ്റ്റേക്ക് പോകാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റേ കിട്ടിക്കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ആശ്വാസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.